ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു. അപ്പൊ നമ്മള് അസർബൈജാനത്തെ ലാസ്റ്റ് ദിവസമാണെന്ന്. നമ്മൾ ഇന്ന് ഉച്ചക്ക് തിരിച്ച് ഖത്തറിലേക്ക് തന്നെ പോവും. ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ആവാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണ് നമ്മള്. അതാ നമ്മളെ റൂം വ്യൂ ഒക്കെ ഇപ്പൊ നമുക്ക് നല്ല മിസ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്യുന്നല്ലടോ. ഒരു പെട്ടി പെട്ടിയല്ല 3 പെട്ടി നിറച്ച് വാഷ് ചെയ്യാനുള്ളതും മനസ്സ് നിറച്ച് നല്ല നല്ല ഓർമ്മകളായിട്ടാണ് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. അപ്പം നമുക്ക് പോണ വൈകി കാണാം. ഓക്കെ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നത്. എല്ലാ ദിവസവും വരുന്നൊരു ഉഷാർ ഇന്ന് നമുക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയുള്ളത്. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കുറച്ചിങ്ങനെ കഴിയാനൊക്കെ ആയി ഉണ്ടായിരുന്നു. ഇന്നും നമ്മൾ കറങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. ഇന്നിപ്പോൾ നമ്മൾ തിരിച്ച് ഖത്തറിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മനപ്രയാസം, അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. എന്നാലും ഫുഡ് നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോകുന്നത് ജക്കൂസിയിലേക്കാണ് കേട്ടോ. കുളിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ഇതിനു മുമ്പ് നമ്മൾ വന്നപ്പം കുട്ടികളൊക്കെ കുളിക്കുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നതിനും അന്ന് ഞാൻ വീഡിയോ എടുത്തില്ല. ഒന്നാമത് ഞാൻ ഇതിലൊട്ടും താല്പര്യമുള്ള ഒരാളല്ല. ഞാനവിടെ വെറുതെ ഇങ്ങനെ ഇരുന്നതിനും അപ്പോൾ കുട്ടികളും കാക്കയും ഇവരൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തതിനും അത് നമ്മൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു 20 മിനിറ്റ് മുമ്പ് റിസപ്ഷനിൽ പോയിട്ട് അവരോടൊന്ന് ഇൻഫോം ചെയ്യണം. എന്നാൽ അത് ഒരു ഓണാക്കിയിടും കേട്ടോ. പിന്നെ ഇവിടെ 2 റൂമുണ്ട്. അതിൽ ഒന്ന് സ്റ്റീം ചെയ്യാനുള്ള റൂമാണ്, ഒന്നൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പുകയൊക്കെ വരുന്നുണ്ട്. അതെന്തിനാണെന്ന് അറിയില്ല. ഇപ്പോൾ അത് 2 ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മളെ ഡ്രസ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സൊക്കെ നല്ലോണം ഉണങ്ങി കിട്ടും. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഇത് അതേപോലെ റെസ്റ്റ് ചെയ്യുന്നൊരു ഏരിയ ഉണ്ട്. പിന്നെ ഒരു ജിമ്മുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം വീഡിയോ എടുത്താണ് കേട്ടോ. അസർബൈജാനിൽ വന്നിട്ട് നമുക്ക് കുറേ ഓർമ്മകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഓർമ്മക്ക് വേണ്ടിയിട്ട് അസർബൈജാനിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ യൂട്യൂബ് ചാനലിൻ്റെ പേരും നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ പേരുണ്ട്, നമ്മളെല്ലാവരെയും പേരുണ്ട്, ഫ്രം ഇന്ത്യ ആൻഡ് കേരള. അങ്ങനെ വെക്കാം. അപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാരെ കാണും. കയ്യും കൂടി വെക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ആയിട്ടോ. ഇന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താലിബ്രോ അല്ല കേട്ടോ വന്നത്, വേറൊരാളാണ് വന്നിട്ടുള്ളത്. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് എയർപോർട്ടിലേക്ക് 30 മിനിറ്റാണ് കേട്ടുള്ളത്. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് നമ്മളെ ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. നമ്മളൊരു 10 മണിയായപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.
എയർപോർട്ടിലേക്ക് പോണ റോഡിൻ്റെ 2 സൈഡും നല്ല അടിപൊളിയായിട്ടുള്ള ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അതിനും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അയിനുമ്മൻ്റെ കയ്യിലുള്ള ഈ ബലൂണായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനൊന്നും പറ്റൂല കേട്ടോ. അത് എമിഗ്രേഷനിലെത്തുമ്പം ഒരു വേസ്റ്റ് ബിന്നിൽ കളയും. ഇത് നമ്മൾ ഫസ്റ്റ് ഡേ ബാക്കൂൽ വന്നിട്ട് മേഡൻ ടവർ കാണാൻ വേണ്ടി പോയപ്പം അവിടെ ഒരു ഷോപ്പിൽ നിന്ന് ഒരു ലേഡിയൊക്കെ വെറുതെ കൊടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ സംശയിച്ച് നിന്ന് വെറുതെ കൊടുത്താണോ എന്ന്. അപ്പോൾ പറഞ്ഞ് അതേ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്, അവൾ വാങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ്. അങ്ങനെ അത് വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അവരെ ഷോപ്പ് വെറുതെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കേട്ട മതി ഞാൻ ഓടി അതിൻ്റെ ഉള്ളിൽ കയറി. അതിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയിട്ട് എന്തായാലും എന്തെങ്കിലും വാങ്ങുന്നറിയുന്ന എൻ്റെ കെട്ടിയവർ ആദ്യം ഇറങ്ങി ഓടി. പക്ഷേ ഞാൻ ആരാ മോള്, ഞാൻ വിടുമോ? ഞാൻ അവിടെ നിന്ന് റിങ് എടുത്തിടേനും 10 മനാത്തിന്. അങ്ങനെ ഞാൻ വയ്യേക്ക് പോയി ഞാൻ പൈസ വാങ്ങിക്കൊണ്ടോന്ന് അവിടെ കൊടുത്തിട്ടാണ് പോയത് കേട്ടോ. ഓരോരു ബിസിനസ് ട്രിക്കാണെന്ന് തോന്നുന്നുണ്ട് അത്. അങ്ങനെ നമ്മൾ ഇമിഗ്രേഷനൊക്കെ ക്ലിയർ ചെയ്ത് നമ്മളിതാ ഗേറ്റിലേക്ക് പോവാണ്. അസർബൈജാൻ്റെ ലാസ്റ്റ് ദിവസം ഷോ ഒന്നല്ല കേട്ടോ, നല്ല വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നല്ല സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മളെ ഷോള്, ബെൽറ്റ്, ഗോൾഡ് എല്ലാം റിമൂവ് ചെയ്ത് ലാപ്ടോപ്പൊക്കെ ഓപ്പൺ ചെയ്ത് ഭയങ്കര സെക്യൂരിറ്റി തന്നെയാണ്. മോളെ ചെറിയ അയിനുവിൻ്റെ ബാഗ് വരെ ഇവർ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര അതിനാണ് അതിൽ ഞങ്ങൾ വരുമ്പോൾ ഒരു പൈൻ്റെ കായ് പറിച്ചിട്ടീണ്ടായിരുന്നു, എടുത്തിട്ടീണ്ടേന്. അത് ഗേറ്റ് നമ്പർ 1 അതുവരെ ഒരു എടുത്തു നോക്കി ഞാൻ ചിരിക്കുന്നുണ്ട്. നല്ല ടീമാണല്ലോ വരെ നയിക്കും. ഇവിടെ ഒന്ന് കയറണം, അവിടെ നിൽക്കിയ മിനിറ്റ്. ഡ്യൂട്ടി ഫ്രീൻ്റെ മുന്നിലെത്തിയപ്പോൾ ഒരു സൈഡ് വലി കയറുക. ഒന്ന് കയറുക. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അസർബൈജാൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്വീറ്റ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് എന്താന്ന് പോലും നമുക്ക് അറിയൂല. അതുകൊണ്ട് വാങ്ങാനൊരു പേടി. നമ്മൾ ജസ്റ്റ് വേറെ ഒരു ചെറിയ സ്വീറ്റ്സിൻ്റെ ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ടെങ്കിലും നല്ല കോസ്റ്റ്ലി ആണ് കേട്ടോ. പിന്നെ നമുക്ക് ടേസ്റ്റ് അറിയുന്ന സാധനങ്ങളാണ് നമുക്ക് വാങ്ങി കഴിക്കുക. അറിയാത്തൊരു സാധനം വാങ്ങിയിട്ട് അത്രയും ക്യാഷ് എടുത്ത് വാങ്ങിയിട്ട് നമുക്ക് കഴിച്ചില്ലെങ്കിൽ അത് നമുക്കാവില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ വാങ്ങേണ്ട. എന്തായാലും കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. അതൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു മോഡൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മളെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രേരിപ്പിക്കും ഇത് കാണുമ്പോൾ. ഒരു സീറ്റ്സ് വാങ്ങി, അത് ഖത്തറിലെത്താനുള്ള സമയം പോലും ഇല്ല. അതിന് മുന്നേ മക്കളെക്കാടിനും കഷ്ടമാണ്. മക്കളെക്കാടി കഷ്ടമാണ് മൂപ്പര്. ഞാൻ വന്ന് ഒന്ന് തിരിഞ്ഞിരിക്കാൻ നോക്കിയപ്പോൾ ഇതിവിടെ പൊട്ടിച്ച് തിന്നൽ ഒടുങ്ങിയിരിക്കും. അതിന്മക്ക് വരെ ഒരു തിരക്കുമില്ല. അപ്പോൾ താഴെ അസർബൈജാൻ്റെ എയർലൈനൊക്കെ കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ടാക്സി വേയിൽ കുറേ ഫ്ലൈറ്റ് നിർത്തിയിട്ടിട്ടുമുണ്ട്. കംപ്ലീറ്റ് അസർബൈജാൻ്റെ തന്നെയാണ് കേട്ടോ. വേറൊരു കൺട്രീനെ അവിടെ കണ്ടില്ല. ആകപ്പാടെ കണ്ടത് ഖത്തർ എയർവേസിൻ്റെ മാത്രമാണ്. ഇനി അപ്പുറത്ത് ആ ഒരു സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്നും അറിയൂല.
സത്യം പറഞ്ഞാൽ ഇവിടെ എങ്ങനെ ഇരിക്കുമ്പം നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം തിരിച്ചു പോകുന്നതിൻ്റെതാണ്. എന്തായാലും നമുക്കിവിടെ അധികകാലം നിൽക്കാൻ പറ്റൂല, എപ്പോഴാണെങ്കിലും തിരിച്ചു പോകണം. എന്നാലും ചെറിയൊരു വിഷമം. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരേനൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടോ, ആളൊക്കെ എത്ര ലക്കിയാണ്. ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് അങ്ങനെ എത്ര സ്ഥലത്തൊക്കെ പോയി നിന്നേണ്ടാവും. നമ്മളൊക്കെ സ്വപ്നം കാണാൻ വേണ്ടി പഠിപ്പിച്ചത്, ഇങ്ങനെ യാത്ര പോകാൻ വേണ്ടിയുള്ളൊരു സ്വപ്നം നമ്മളൊക്കെ മനസ്സിലുണ്ടാവാൻ തന്നെ കാരണം അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ സഞ്ചാരം കണ്ടിട്ട് സ്വപ്നം കാണാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. കാരണം നമ്മളൊക്കെ ഇപ്പോഴാണ് ഇങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങിയത്, അതിനൊക്കെ എത്രയോ മുൻപ്. ഇപ്പോൾ ഒരുപാട് ട്രാവൽ വ്ളോഗേഴ്സും ഉണ്ട്, പക്ഷേ അവർക്കൊക്കെ മുൻപ് തന്നെ നമ്മളെ ലോകം കാണിച്ചിട്ടുള്ളത് അദ്ദേഹമാണ്. കാണിക്ക്, തിരിച്ചു കാണിക്ക്. സൈഡ് Hello ladies and gentlemen, and welcome back to Privilege Cabin, one of frequent flight members. Would also like to extend our welcome to customers of our codeshare partners. പിന്നെ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ പിന്നെ താഴെ നമ്മൾ കാണുന്ന ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് മഞ്ഞ് പുതച്ച് കിടക്കുന്ന മലനിരകളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് ജോർജിയ ആണെന്നാണ്. കാരണം അസർബൈജാനായിട്ട് അടുത്ത് കിടക്കുന്നൊരു കൺട്രിയാണ് ജോർജിയ. അപ്പോൾ ജോർജിയ ആണെന്ന് തോന്നുന്നുണ്ട്, ഉറപ്പൊന്നുമില്ല, ഒരു ഡൗട്ട് മാത്രമാണ്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഖത്തറിലെത്തിയിട്ടോ. അപ്പം ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.